നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം ആതിഥേയത്വം വഹിക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിന് ഒരുക്കങ്ങളാകുന്നു. കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘാടക സമിതി ചെയർമാനും കുന്നംകുളം MLAയുമായ AC മൊയ്തീൻ നിർവഹിച്ചു. കച്ചവട നഗരിയിൽ സാംസ്കാരിക ജില്ലയിലെ കൗമാരത്തിന്റെ കലാവിസ്മയം അരങ്ങേറുക ഡിസംബർ 3, 5, 6, 7 തീയതികളിലായി. ഗുരുവായൂരിൽ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ മോഷ്ടാവ് ഒടുവിൽ പോലീസ് പിടിയിലായി. അറസ്റ്റിലായത് മലപ്പുറം താനൂർ സ്വദേശി മൂർക്കാടൻ പ്രദീപ്. 2 മാസത്തിനിടയിൽ 20ഓളം പവൻ സ്വർണമാണ് ഇയാൾ കവർന്നത്. ഇതിൽ 10 പവനോളം പോലീസ് കണ്ടെടുത്തു. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ മണ്ഡപത്തിൽ ഭക്തിയുടെ നിറവിൽ സംഗീതാർച്ചനയ്ക്ക് തുടക്കമായി. ബുധനാഴ്ച രാവിലെ 7 മണിയോടെ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും പകർന്നെത്തിച്ച ദീപം തന്ത്രി ചെന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ചെമ്പൈ സംഗീത മണ്ഡപത്തിലെ നിലവിളക്കിൽ തെളിയിച്ചതോടെയാണ് 15 ദിവസം നീളുന്ന സംഗീതാർച്ചനയ്ക്ക് ആരംഭമായത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. തൊഴിൽ ദിനങ്ങൾ 200ആയി വർദ്ധിപ്പിക്കുക, അർഹരായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പുവരുത്തുക, പ്രതിദിന കൂലി 600 രൂപയായി വർദ്ധിപ്പിക്കുക, തൊഴിൽ സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണിവരെയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കുന്നംകുളത്തെ വാതക ശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥ. പ്രതിഷേധവുമായി INTUCയും BJPയും രംഗത്ത്. INTUC നേതൃത്വത്തിൽ നഗരസഭ മാർച്ച് നടത്തി. BJP നേതൃത്വത്തിൽ ശ്മശാനത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. വിശദമായ വാർത്തയിലേക്ക്. കുന്നംകുളം ആതിഥേയത്വം വഹിക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിന് ഒരുക്കങ്ങളാകുന്നു. കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘാടക സമിതി ചെയർമാനും കുന്നംകുളം MLAയുമായ AC മൊയ്തീൻ നിർവഹിച്ചു. ഡിസംബർ 3, 5, 6, 7 തീയതികളിലായാണ് കച്ചവട നഗരിയിൽ തൃശൂർ ജില്ലയിലെ കൗമാരത്തിന്റെ കലാവിസ്മയം അരങ്ങേറുക. ചടങ്ങിൽ കുന്നംകുളം നഗരസഭ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കലോത്സവത്തിന്റെ വിവിധ വേദികളും മത്സര ഇനങ്ങളും വഴികളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പബ്ലിസിറ്റി കമ്മിറ്റി തയ്യാറാക്കിയ കലോത്സവം 2024 blogspot.com എന്ന ബ്ലോഗിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ്, വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷബീർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജ്നി പ്രേമൻ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ, വാർഡ് കൌൺസിലർ ബിജു C ബേബി, നഗരസഭാ കൌൺസിലർമാർ, വിവിധ കമ്മിറ്റി ചെയർമാൻമാർ, കൺവീനർമാർ, വിവിധ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ, പ്രധാന അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ A മൊയ്തീൻ സ്വാഗതവും പബ്ലിസിറ്റി കമ്മിറ്റി ജോയിന്റ് കൺവീനർ K നവീൻകുമാർ നന്ദിയും പറഞ്ഞു. സ്കൂൾ അധ്യാപകനായി വിരമിച്ച അസ്ലം തിരൂറാണ് കലോത്സവത്തിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത്. CCTV ന്യൂസ് കുന്നംകുളം. ഗുരുവായൂരിൽ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ മോഷ്ടാവ് ഒടുവിൽ പോലീസ് പിടിയിലായി. 2 മാസത്തിനിടയിൽ 20ഓളം പവൻ സ്വർണമാണ് ഇയാൾ കവർന്നത്. ഇതിൽ 10 പവനോളം പോലീസ് കണ്ടെടുത്തു. മലപ്പുറം താനൂർ സ്വദേശി മൂർക്കാടൻ പ്രദീപിനെയാണ് ഗുരുവായൂർ ACP PK ബിജു, SHO G അജയ്കുമാർ, SI K ഗിരി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. തിരുവെങ്കിടം ഫ്രണ്ട്സ് റോഡിൽ കൈപ്പട ഉഷ, ക്ഷേത്ര ദർശനത്തിനെത്തിയ കൊല്ലം ഓച്ചിറ ചൈതന്യ വീട്ടിൽ രത്നമ്മ, ആറന്മുള സ്വദേശി രേഖ നായർ, കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ലക്ഷ്മി, തെക്കേനടയിൽ പുളിയശ്ശേരി ലജീഷിന്റെ ഭാര്യ സിന്ധു എന്നിവരുടെ മാലകൾ കവർന്നത് ഇയാളാണെന്ന് പോലീസ് പറഞ്ഞു. കൂടാതെ നിരവധി വീടുകളിൽ മോഷണത്തിന് ശ്രമിച്ചിരുന്നു. ശേഷം കോഴിക്കോട്ടേക്ക് പോവുകയും ദൂർത്തടിക്കുകയുമാണ് പതിവ്. പുലർച്ചെ മോഷണം നടത്തി മടങ്ങുന്നതിനാൽ പോലീസിന് പ്രതിയെക്കുറിച്ച് യാതൊരു തുമ്പും കിട്ടിയിരുന്നില്ല. നവംബർ 20-ന് മോഷണത്തിനെത്തിയ സമയത്ത് CCTVയിൽ ഇയാളുടെ ദൃശ്യം പതിഞ്ഞിരുന്നു. ഇതാണ് നിർണായക തെളിവായത്. മോഷണം നടത്തി മടങ്ങുമ്പോൾ തിരുവെങ്കിടം ചീരോത്ത് സന്തോഷിന്റെ ബൈക്കുമായാണ് പ്രതി രക്ഷപ്പെട്ടത്. ഈ ബൈക്ക് പൊന്നാനിയിൽ വെച്ചതിനു ശേഷം അവിടെ നിന്ന് മറ്റൊരു ബൈക്ക് മോഷ്ടിച്ചിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലെത്തിയത്. ഇയാൾക്കെതിരെ വിവിധ ജില്ലകളിലായി 12ഓളം മോഷണ കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു. 6 മാസം മുമ്പാണ് ഇയാൾ ജയിലിൽ നിന്നിറങ്ങിയത്. മോഷ്ടിച്ച 83 ഗ്രാം സ്വർണം പോലീസ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. മോഷണ വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതിന് സഹായിച്ചയാളെക്കുറിച്ചും പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. മോഷണം നടത്തിയ സ്ഥലങ്ങളിലും റെയിൽവേ സ്റ്റേഷനിലും തെളിവെടുപ്പ് നടത്തിയ ശേഷം പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ അന്വേഷണത്തിനായി അടുത്ത ദിവസം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. CCTV ന്യൂസ് ഗുരുവായൂർ. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ കാറും ബസ്സും കൂട്ടിയിടിച്ച് അപകടം. 4.5 വയസ്സുകാരി ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരം. പെരുമ്പിലാവ് കൊരട്ടിക്കര ബദരിയ പള്ളിക്ക് സമീപം ചൊവ്വാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു അപകടം. മലപ്പുറത്തു നിന്നും കണ്ടാണശ്ശേരിയിലേക്ക് പോകുകയായിരുന്ന കാറും
തൃശൂരിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് പോവുകയായിരുന്ന ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കാറിലുണ്ടായിരുന്ന ഗുരുവായൂർ കണ്ടാണശ്ശേരി പന്തായിൽ പ്രഭിൻ ഭാര്യ മഞ്ജു, മകൾ അശ്വത, അമ്മ ബിന്ദു എന്നിവരെ ഗുരുതര പരിക്കുകളോടെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭർതൃ സഹോദരനും കാർ ഓടിച്ചിരുന്നതുമായ ജിഷ്ണു, സഹോദരൻ പ്രഭിൻ എന്നിവരെ അൻസാർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ബസ്സിലുണ്ടായിരുന്ന കൊരട്ടിക്കര കോഴിക്കലാത്ത് അശ്വതി, തൃക്കണാപുരം മാടമ്പി കാട്ടിൽ പരേതനായ ഐക്കുട്ടി ഭാര്യ സഫിയ എന്നിവരെ പരിക്കോടെ അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചത്. കാർ ഓടിച്ചിരുന്ന ജിഷ്ണു ഉറങ്ങിയതാണ് അപകടത്തിന് കാരണമായതെന്ന് സൂചനയുണ്ട്. തൃശൂരിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് പോയിരുന്ന ദുർഗ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. CCTV ന്യൂസ് പെരുമ്പിലാവ്. പാലയൂരിൽ റോഡിന് സമീപത്ത് നിന്നിരുന്ന മരത്തിൽ അജ്ഞാത വാഹനം ഇടിച്ചു. മരം നിലംപൊത്തി. കടയുടെ മതിലും ഗേറ്റും തകർന്നു. വാഹനം നിർത്താതെ പോയി. പാലയൂർ ഇസ്ലാമിക് സെന്ററിന് പിൻവശത്തായി മുട്ടത്ത് കോംപ്ലക്സിന് മുന്നിലുള്ള മരത്തിലാണ് അജ്ഞാത വാഹനം ഇടിച്ച് മരം വീണത്. വലിയ വാഹനമാണ് ഇടിച്ചതെന്ന് സംശയിക്കുന്നു. വിവരം നഗരസഭ അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് മരം മുറിച്ചു മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇനി ഗുരുവായൂർ ഏകാദശി വിശേഷം. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ മണ്ഡപത്തിൽ ഭക്തിയുടെ നിറവിൽ സംഗീതാർച്ചനയ്ക്ക് തുടക്കമായി. ബുധനാഴ്ച രാവിലെ 7 മണിയോടെ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും പകർന്നെത്തിച്ച ദീപം തന്ത്രി ചെന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ചെമ്പൈ സംഗീത മണ്ഡപത്തിലെ നിലവിളക്കിൽ തെളിയിച്ചതോടെയാണ് 15 ദിവസം നീളുന്ന സംഗീതാർച്ചനയ്ക്ക് ആരംഭമായത്. ആദ്യം ക്ഷേത്ര അടിയന്തര വിഭാഗത്തിലെ നാഗസ്വരം തവിൽ കലാകാരന്മാർ മംഗളവാദ്യം മുഴക്കി. ചെമ്പൈ സംഗീതോത്സവ സബ് കമ്മിറ്റി അംഗങ്ങളായ വൈക്കം വേണുഗോപാൽ, തിരുവിഴ ശിവാനന്ദൻ, ഗുരുവായൂർ മണികണ്ഠൻ, ആനയടി പ്രസാദ്, ചെമ്പൈ സുരേഷ് എന്നിവർ വാദാബീം എന്ന് തുടങ്ങുന്ന ഗണപതി സ്തുതി ആലപിച്ചു. നെടുമങ്ങാട് ശിവാനന്ദൻ വയലിനിലും N ഹരി മൃദംഗത്തിലുമായി പക്കമേളമൊരുക്കി. തുടർന്ന് തൃശൂർ സ്വദേശികളായ VC നിധിൻ, OP അനൂപ്, OK രതീഷ്, MK സുനിൽ എന്നിവരുടെ സംഘം കീർത്തനത്തോടെ സംഗീതാർച്ചന ആരംഭിച്ചു. പ്രഗത്ഭരും തുടക്കക്കാരുമടക്കം 3000-ഓളം പേർ 15 ദിവസങ്ങളിലായി സംഗീതാർച്ചന നടത്തും. സംഗീതോത്സവത്തിലെ പ്രധാന ആകർഷകമായ പഞ്ചരത്ന കീർത്തനാലാപനം ദശമി ദിവസമായ ഡിസംബർ 10 നടക്കും. ഏകാദശി ദിവസമായ 11 സംഗീതോത്സവത്തിന് തിരശീല വീഴും. CCTV ന്യൂസ് ഗുരുവായൂർ. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ കോഴിക്കോട് KS ശങ്കരനാരായണൻ വക വിളക്കാഘോഷിച്ചു. വിളക്കാഘോഷത്തിന്റെ 18ാം ദിവസമായ നാളെ ക്ഷേത്രത്തിലെ പാരമ്പര്യ അവകാശികളായ പത്തുകാർ കുടുംബത്തിന്റെ വക വിളക്കാഘോഷിക്കും. രാവിലെയും ഉച്ചതിരിഞ്ഞും കാഴ്ച ശീവേലിക്ക് പെരുവനം സതീശന്മാരാർ, ഗുരുവായൂർ ശശിമാരാർ എന്നിവരുടെ മേളം, സന്ധ്യയ്ക്ക് ഗുരുവായൂർ വിഷ്ണുവും ഗുരുവായൂർ കാർത്തിക്കും ചേർന്നുള്ള തായമ്പക, ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാപരിപാടികൾ, രാത്രി 8:30-ക്ക് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യവും സംഘവും കഥകളിയും അവതരിപ്പിക്കും. മറ്റു വാർത്തകളിലേക്ക്. ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ നടത്തില്ല എന്ന് പ്രഖ്യാപിച്ച് ക്ഷേത്ര ചൈതന്യത്തിന് ലോപം വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി പിരിച്ചുവിടണമെന്ന് ഹൈന്ദവ സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭരണസമിതിയുടെ ക്ഷേത്ര വിധ്വംസക പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കുന്നതിന് ശനിയാഴ്ച വൈകിട്ട് പടിഞ്ഞാറേ നടയിൽ ഭക്തജന കൂട്ടായ്മ സംഘടിപ്പിക്കും. ഭക്തജനങ്ങളുടെ ക്ഷേമവും സുഖദർശനവുമാണ് ദേവസ്വത്തിന്റെ ലക്ഷ്യമെങ്കിൽ ദർശനത്തിന് ആയിരങ്ങൾ വാങ്ങി ഭക്തരെ ചൂഷണം ചെയ്യുന്നത് നിർത്തലാക്കി സൗജന്യ വെർച്വൽ ബുക്കിംഗ് നടപ്പിലാക്കണം. നിത്യേന മണിക്കൂറുകൾ വരിയിൽ നിന്നും വലയുന്ന ഭക്തർക്ക് ഇരിപ്പിട സൗകര്യവും ദാഹജലവും കൊടുക്കണം. ആവശ്യത്തിന് ശൗചാലയങ്ങളും ചെരുപ്പ്, ഇലക്ട്രോണിക് വസ്തുക്കൾ എന്നിവ സൂക്ഷിക്കുന്നതിനുള്ള സൗജന്യ സേവനവും നൽകണം.
അമിതമായി വഴിപാട് തുക വർദ്ധിപ്പിക്കുന്നത് നിർത്തലാക്കണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധാകരൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വത്സലൻ, ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിവാദങ്ങൾക്ക് സമാപനം. പന്നിത്തടം സെന്ററിലെ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ താന്ത്രിക വിധിപ്രകാരം ഇയാൽ ശ്രീ ലക്ഷ്മീനാരായണ സ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തി. തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും മറ്റ് തന്ത്രിവര്യന്മാരുടെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പന്നിത്തടം സെന്ററിൽ നിന്നും വാദ്യമേളങ്ങളുടെയും ഭക്തജനങ്ങളുടെയും അകമ്പടിയോടെ പ്രതിഷ്ഠ ക്ഷേത്രത്തിലെത്തിച്ചു. തുടർന്ന് ഇയാൽ ഭഗവാന് വേണ്ടി തയ്യാറാക്കിയ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു. ചടങ്ങുകൾക്ക് RSS വിഭാഗ് ജില്ലാ മണ്ഡലം ചുമതലയുള്ള കാര്യകർത്താക്കന്മാരും ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളും വിശ്വഹിന്ദു പരിഷത്ത് നേതാക്കളും ഭാരതീയ ജനതാ പാർട്ടി പ്രതിനിധികളും നേതാക്കന്മാരും പങ്കെടുത്തു. KN ഗോപി, അനീഷ് ഇയാൽ, അഭിലാഷ്, സുഭാഷ്, സതീഷ്, രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈകിട്ട് പന്നിത്തടം സെന്ററിൽ നിന്നും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ മഹാശോഭയാത്ര ശ്രീലക്ഷ്മി നാരായണ സ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു. തുടർന്ന് ദീപാരാധന, പ്രസാദ സമർപ്പണം, ഭജന, ഭക്തി പ്രഭാഷണം എന്നിവയും ഉണ്ടായി. CCTV ന്യൂസ്, വേലൂർ. വഖഫ് നിയമം മൂലം കുടിയിറക്കൽ ഭീഷണി നേരിടുന്ന മുനമ്പം നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എരനല്ലൂർ ഇടവകയിൽ കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ആന്റോ കാഞ്ഞിരത്തിങ്കൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് വേലൂർ ഫൊറോന പ്രസിഡന്റ് ജോസ് ചെമ്പിശ്ശേരി, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അന്നാസ് സൈമൺ എന്നിവർ സംസാരിച്ചു. 6 മാസത്തോളമായി പ്രവർത്തനരഹിതമായ കുന്നംകുളം നഗരസഭാ വാതക ശ്മശാനത്തിൽ റീത്ത് വെച്ച് BJP കൗൺസിലർമാരുടെ പ്രതിഷേധം. വാതക ശ്മശാനത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കാൻ നഗരസഭാ ഭരണസമിതി തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് BJP കൗൺസിലർമാർ റീത്ത് വെച്ച് പ്രതിഷേധിച്ചത്. മാസങ്ങൾക്ക് മുൻപ് മേഖലയിലുണ്ടായ മിന്നൽ ചുഴലിയിലാണ് ശ്മശാനത്തിന്റെ പുകക്കുഴൽ ഒടിഞ്ഞു വീണത്. പിന്നീട് നിരവധി തവണ കൌൺസിലിൽ ആവശ്യം ഉന്നയിച്ചിട്ടും നടപടിയില്ലാത്തതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി BJP കൌൺസിലർമാർ രംഗത്തെത്തിയത്. ശ്മശാനത്തിനു മുന്നിൽ ചേർന്ന പ്രതിഷേധ യോഗം BJP കൌൺസിലറും പാർലമെന്ററി പാർട്ടി നേതാവുമായ KK മുരളി ഉദ്ഘാടനം ചെയ്തു. ഈ ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ ആവശ്യങ്ങൾ നിരന്തരം പിന്നീടും ചെയർമാൻ പറഞ്ഞു, പിന്നീട് ഒരു ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റിന്റെ കാലാവധി കഴിഞ്ഞു. സാധാരണ നിലയ്ക്ക് ഒരു ക്രിമിറ്റോറിയം നഗരസഭയുടെ ഒരു സ്വത്താണിത്. ഇത് നാശമായി കഴിഞ്ഞാൽ അതിന് ഓൺ ഫണ്ടിൽ നിന്നെടുത്ത് സാധാരണ യാതൊരു അനുമതി ആവശ്യമില്ല. ചെയർമാന് മുൻകൂർ അനുമതി കൊടുത്തത് 24 മണിക്കൂറിൽ നന്നാക്കാവുന്ന ഒരു വിഷയമുള്ളൂ. കേവലം 8,000 രൂപ കൊണ്ട് ചിലവാക്കാവുന്ന കാര്യം കമ്മീഷന് വേണ്ടി മാത്രം അത് 8 ലക്ഷത്തിൻ്റെ ഒരു പദ്ധതിയാക്കി മാറ്റുക. നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം തോറും ഇതിൻ്റെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കേവലം 8,000 രൂപ കൊടുത്ത് നന്നാക്കാവുന്ന ഒരു കാര്യം. അപ്പോൾ ചെയർപേഴ്സൺ അത് കഴിയില്ല. ഭരണത്തിൽ ഞങ്ങൾ പാർട്ടി തേറ്റെടുത്ത് നന്നാക്കാൻ തയ്യാറാണ്. ചെയർപേഴ്സൺ വാക്കാൻ ഞങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങളോട് കൗൺസിലർമാരോട് പറയണം, നിങ്ങൾ സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ ഞങ്ങൾക്കൊരു അനുമതി തരികയാണെങ്കിൽ ഞങ്ങൾ 7 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ ക്രിമിറ്റോറിയം പ്രവർത്തനക്ഷമമാക്കാൻ ഞങ്ങൾക്ക് കഴിയും. അതിന് ഒരാളുടെ അനുമതി ആവശ്യമില്ല. ചെയർപേഴ്സൺ വാക്കാൻ ഞങ്ങൾക്കൊരു അനുമതി തന്നാൽ മതി. നഗരസഭാ ചെയർപേഴ്സൺ അനുവദിച്ചാൽ ശ്മശാനത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കാൻ BJP തയ്യാറാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ KK മുരളി പറഞ്ഞു. കൌൺസിലർമാരായ ബിനുപ്രസാദ്, ഗീതാ ശശി, സോഫിയ ശ്രീജിത്ത്, സിഗ്മ രജീഷ്, രേഖ സജീവ്, ദിവ്യ വിജീഷ്, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സജിത് അഗതിയൂർ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. നഗരസഭാ ഭരണസമിതി ശ്മശാനത്തിന്റെ കാര്യത്തിൽ നിസ്സംഗത പുലർത്തുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് BJP നേതൃത്വം അറിയിച്ചു. CCTV ന്യൂസ്, കുന്നംകുളം. 6 മാസമായി പൂട്ടിക്കിടക്കുന്ന കുന്നംകുളം നഗരസഭയിലെ വാതക ശ്മശാനം അറ്റകുറ്റപ്പണികൾ നടത്തി തുറന്നുകൊടുക്കുവാൻ അലംഭാവം കാണിക്കുന്ന നഗരസഭാ ഭരണാധികാരികളുടെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് INTUC കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. INTUC മണ്ഡലം പ്രസിഡന്റ് ഷാജി ആലിക്കൽ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സമരം ജില്ലാ ജനറൽ സെക്രട്ടറി AT ജോസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി KV ഗീവർ, DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു, INTUC റീജിയണൽ പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ PI തോമസ്, മിഷ സെബാസ്റ്റ്യൻ, മുൻ ചെയർമാൻ CV ബേബി, വാസു കോട്ടോൽ, ബിജു C ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃത്താല മല റോഡിലെ പെട്രോൾ പമ്പിൽ സിംഹം ഇറങ്ങി എന്ന അവകാശവാദത്തോടെയുള്ള വീഡിയോ ദൃശ്യത്തിന് സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രചാരണം. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് മല റോഡിലെ പെട്രോൾ പമ്പിൽ നിന്നുള്ള തരത്തിൽ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചത്. മല റോഡിലെ പെട്രോൾ പമ്പിലേക്ക് സിംഹം നടന്നു കയറുന്നതും തിരികെ ഇറങ്ങുന്നതും തെരുവുനായ്ക്കളുടെ ഓരിയിടലുകളുമാണ് ദൃശ്യങ്ങളിലുള്ളത്. അല്പസമയത്തിനകം തന്നെ ദൃശ്യങ്ങൾ കാട്ടുതീ പോലെ പടർന്നു.
ഒരിക്കൽ പുലി ഇറങ്ങിയ തൃത്താലയിൽ എന്തുകൊണ്ട് സിംഹം ഇറങ്ങിക്കൂടാ എന്ന തരത്തിലുള്ള സന്ദേശങ്ങളോടെ തലങ്ങും വിലങ്ങും ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്കും ഫോൺ വിളികളെത്തി. എന്നാൽ ഇത്തരമൊരു സംഭവം പ്രദേശത്ത് നടന്നിട്ടില്ല എന്നതാണ് വാസ്തവം. ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിലെ പെട്രോൾ പമ്പിൽ സിംഹത്തെ കണ്ടു എന്ന തലക്കെട്ടോടെ ദേശീയ മാധ്യമമായ മിറർ നൗ സമാന വീഡിയോ 2024 സെപ്റ്റംബർ 9 ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ഗുജറാത്ത് എന്ന ഹാഷ്ടാഗോടെ വീഡിയോ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് എന്നും കാണാം. ഇതിൽ നിന്നും വീഡിയോ തൃത്താല മല റോഡിൽ നിന്നുള്ളതല്ല, ഗുജറാത്തിലെ ഗീറിൽ നിന്നുള്ളതാണ് എന്ന് വ്യക്തമാവുകയാണ്. സമാന വീഡിയോ തന്നെ നിലമ്പൂരിലെ പെട്രോൾ പമ്പിൽ നിന്നുള്ളതെന്ന തരത്തിലും പ്രചരിച്ചിരുന്നു. CCTV ന്യൂസ് തൃത്താല. കടപ്പുറം ഇരട്ടപ്പുഴ കണ്ണമ്മൂട് 2-ാം വാർഡിൽ വീടിനു സമീപത്തെ കടന്നൽക്കൂട്ടത്തെ ഭയന്ന് ഒരു കുടുംബം. 2-ാം വാർഡിൽ താമസിക്കുന്ന ചക്കുംകേരൻ ഭാസ്കരന്റെ വീട്ടുവളപ്പിൽ നിൽക്കുന്ന മരത്തിലാണ് കൂറ്റൻ കടന്നൽക്കൂടുള്ളത്. എപ്പോൾ വേണമെങ്കിലും കടന്നൽക്കൂട്ടം ഇളകി തങ്ങളെ ആക്രമിക്കുമെന്ന ഭയത്തിലാണ് ഈ വീട്ടുകാർ കഴിയുന്നത്. രാത്രി സമയങ്ങളിൽ ബൾബിന്റെ വെളിച്ചം നോക്കി വീടിന്റെ ഉള്ളിലേക്ക് കടന്നലുകൾ കടക്കാറുണ്ടെന്നും തങ്ങൾക്ക് പുറമെ അയൽപ്പക്കത്ത് താമസിക്കുന്നവർക്കും കടന്നലിന്റെ ശല്യം രൂക്ഷമാണെന്നും ഭാസ്കരന്റെ ഭാര്യ വനജ പറഞ്ഞു. ഗുരുതര സാഹചര്യം മുന്നിൽ കണ്ട് കടപ്പുറം പഞ്ചായത്തിനെ വിവരം അറിയിച്ചെങ്കിലും കടന്നൽക്കൂട് നിൽക്കുന്നത് പൊതുസ്ഥലമല്ലാത്തതിനാൽ ഭൂമിയുടെ ഉടമസ്ഥർ തന്നെ നീക്കം ചെയ്യണമെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞതെന്ന് ഇവർ പറഞ്ഞു. തങ്ങളുടെ ജീവന് ഭീഷണിയായ ഈ കടന്നൽക്കൂട് മാറ്റുവാനുള്ള നടപടിയെടുക്കണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. ഞങ്ങൾ മാത്രമല്ല ഈ പരിസരത്ത് ജീവിക്കുന്നത്. ഞങ്ങൾ 10-12 വീടുണ്ട്. അവിടെ കൊച്ചു മക്കളുണ്ട്, സ്കൂളിൽ പോണ വിദ്യാർത്ഥികളും കുട്ടികളൊക്കെ ഉണ്ട്. ഇത് എന്നെക്കൊണ്ട് ടീച്ചർ ചെയ്യാൻ സാധിക്കില്ല. അടുത്ത വീട്ടുകാരൊന്നും സാമ്പത്തികമായിട്ട് ഉയർന്നവരല്ല. അതുകൊണ്ട് പഞ്ചായത്ത് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇന്നലെ വരെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് കടന്നൽക്കുത്തേറ്റ് മരിച്ചത്. മനോരമ ചാനൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 17 പേര് മരിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഈ ഒറ്റ വർഷം കൊണ്ട്. ഇത് പഞ്ചായത്തിന് ഉത്തരത്തില്ലെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് യാതൊരു മാർഗവും ഇല്ല ഇത് ചെയ്യാനായിട്ട്. അതുകൊണ്ട് അധികൃതർ ഇത് കണ്ണു തുറന്ന് ഇതിന് പരിഹാരം കാണണമെന്ന് പറയാനുള്ളത്. പുന്നൂർക്കുളം പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഹരിത സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി നാട്ടുചന്ത പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. CDS ചെയർപേഴ്സൺ ഗിരിജാരാജൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പ്രേമ സിദ്ധാർത്ഥൻ, വാർഡ് മെമ്പർമാരായ ശോഭ പ്രേമൻ, സജിത ജയൻ, ഷാനിബ മൊയ്തുണ്ണി, CDS മെമ്പർമാർ, CRPമാർ, JLG അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വിവിധതരം പച്ചക്കറി തൈകൾക്ക് പുറമെ നാടൻ വിഭവങ്ങളും മിതമായ നിരക്കിൽ നാട്ടുചന്തയിലൂടെ വിതരണം ചെയ്തിരുന്നു. കൂറ്റനാട് കൂട്ടുപാത കട്ടിൽമാടത്തിന് സമീപം പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി അഭ്യൂഹം. ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ സീറ്റിന് താഴെ കിടത്തി കാലുകൊണ്ട് അമർത്തി ചവിട്ടിയ ശേഷം കൊണ്ടുപോയതായാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇതിന്റെ നിരീക്ഷണ ക്യാമറ ഫോട്ടോകളും വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ദൂരെയുള്ള CCTV ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത് എന്നതിനാൽ ദൃശ്യങ്ങളിൽ വ്യക്തത കുറവുണ്ട്. അതേസമയം പെൺകുട്ടിയുടെ അലറിക്കരച്ചിൽ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. അതേസമയം എന്താണ് ഇതിന് പിന്നിൽ നടന്നത് എന്ന കാര്യത്തിൽ വ്യക്തത കൈവന്നിട്ടില്ല. അസുഖബാധിതയായ പെൺകുട്ടിയാണ് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നതെന്ന തരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ അസുഖബാധിതയായ പെൺകുട്ടിയെ ഓട്ടോറിക്ഷയുടെ പ്ലാറ്റ്ഫോമിൽ കിടത്തി ചവിട്ടി അമർത്തിക്കൊണ്ടുപോകുമോ എന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത്. പെൺകുട്ടി രക്ഷിക്കണേ എന്ന് അലറിക്കരഞ്ഞതായും ദൃക്സാക്ഷികൾ പറയുന്നു. ഞാൻ കണ്ടത് പള്ളിയുടെ അടുത്ത് കോൺക്രീറ്റ് ചാനൽ കച്ചവടം ചെയ്യുന്ന ഷിഹാബ് ഉണ്ട്. ഷിഹാബിന്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഒരു ഓട്ടോക്കകത്ത് ഒരു കുട്ടീനെ എന്താ ബലമായിട്ട് പിടിച്ചോണ്ടോന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഒരു ബൈക്കാരൻ വന്നു. ബൈക്കാരനും ഇത് പറഞ്ഞു ഇങ്ങനെ ആ ഓട്ടോക്കകത്ത് ഒരു കുട്ടീനെ ബലമായിട്ട് പിടിച്ചത് കൊണ്ടുപോകണം, കരയണൊക്കെ ഉണ്ട് പറഞ്ഞു. ഞാൻ തന്നെ കയറി തടുത്തു. തടുത്തേക്ക് പിന്നെ വണ്ടി സ്ലോ ആക്കിയിട്ട് നിർത്തിയിട്ട് ചോദിച്ചു എന്താണ് ഇത് സംഭവം എന്ന് ചോദിച്ചു. എന്തിനാ കുട്ടി കരയണേ, എന്താ സംഗതി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പിന്നെ ഓട്ടോ ഡ്രൈവറും ബാക്കിലുള്ള മറ്റേ ആളും കൂടെ പറഞ്ഞു പിന്നെ സുഖമില്ലാത്ത കുട്ടിയാണ്, പിന്നെ ഇറങ്ങി ഓടാൻ നോക്കുകയാണ്, അങ്ങനെ പിടിച്ചുകൊണ്ടുപോകാണെന്ന് പറഞ്ഞു. ഓലിങ്ങനെ പോകുമ്പോ കുട്ടി കരയുന്നുണ്ട്, കാലൊക്കെ പുറത്തേക്കിട്ട് അടിച്ചിട്ടാണ് കരയണത്. പിന്നെ ആ ചവിട്ടിനോടത്താണ് കടത്തിക്കണേ. എന്താണ് ഇപ്പൊ ഇത് ഇങ്ങനെയൊക്കെ ചെയ്തിക്കണേ, ഒരു സുഖമില്ലാത്താണ് ഇങ്ങനെ ചെയ്യാന്നൊക്കെ ഉള്ള ലെവലില് CCTV ഒക്കെ നോക്കിയിരുന്നു. CCTV ഒക്കെ നോക്കി ഇപ്പൊ അന്വേഷണത്തിലാണ് പോലീസുകാർ. അതേസമയം ഓട്ടോറിക്ഷയെ കണ്ടെത്താനോ സത്യം കണ്ടെത്താനോ പോലീസിന് ഒരു ദിവസം പിന്നിട്ടിട്ടും സാധിച്ചിട്ടില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. നിലവിൽ പെൺകുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളൊന്നും ഒരു സ്റ്റേഷനിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും ചാലിശ്ശേരി പോലീസ് പറഞ്ഞു. CCTV ന്യൂസ് തൃത്താല.
കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ വിജയോത്സവം ആഘോഷിച്ചു. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കാനായി ചേർന്ന വിജയോത്സവത്തിൽ വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ് മുഖ്യാതിഥിയായി. ഹെഡ്മിസ്ട്രസ് KM ശ്രീജബായ്, PTA പ്രസിഡന്റ് OV ഷനോജ്, PTA വൈസ് പ്രസിഡന്റ് TG കണ്ണൻ, OSA ചെയർമാൻ OV ഷൈബു, SSG കൺവീനർ KA മനോജ്, അധ്യാപിക ജീന എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആഹ്ലാദ പ്രകടനവും നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശ്രീ വിവേകാനന്ദ കോളേജിൽ പട്ടികജാതി പീഡനമെന്ന് പരാതി. ഒന്നാം വർഷ ഒന്നാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് യൂണിവേഴ്സിറ്റി ഹാൾ ടിക്കറ്റ് ലഭിച്ച നന്ദു ഹരിദാസ് എന്ന വിദ്യാർത്ഥിയാണ് പരാതിയുമായി രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത വിദ്യാർത്ഥിയോട് കോളേജിൽ പ്രവേശിക്കരുത് എന്ന് ശ്രീ വിവേകാനന്ദ കോളേജിലെ പ്രിൻസിപ്പാൾ പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെയാണ് പരാതി ഉയർന്നത്. യൂണിവേഴ്സിറ്റി നന്ദു ഹരിദാസിന്റെ പ്രവേശനം അംഗീകരിച്ച് പരീക്ഷയ്ക്ക് ഫീസ് ഈടാക്കി ഹാൾ ടിക്കറ്റ് വിതരണം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. സ്വാഭാവിക നീതി നിഷേധിച്ചുവെന്ന് ആരോപിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിനും സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും കേരള ഗവർണർക്കും യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്കും മുമ്പാകെ പരാതി നൽകിയതായി നന്ദു അറിയിച്ചു. 2024-25 അധ്യയന വർഷത്തിൽ SC സംവരണ സീറ്റിലാണ് ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഇയർ സെം എക്സാം നടത്തുന്ന സാഹചര്യത്തിൽ എക്സാമിൻ്റെ തലേദിവസം യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്തു നിന്ന് ഈ കോളേജിൽ പ്രവേശിക്കരുതെന്നും എക്സാമിൽ പങ്കെടുക്കരുതെന്നും ആണ് എനിക്ക് അവസാനമായി കിട്ടിയ അറിയിപ്പ്. യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ച എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് എല്ലാ ഫീസും അടച്ചിട്ടാണ് ഞാൻ ഈ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ എക്സാമിൻ്റെ സമയമാകുമ്പോൾ യാതൊരു മുന്നറിയിപ്പും കൂടാതാണ് എന്നോട് ഇവിടുന്ന് പുറത്തു പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്തു നിന്ന്. ഇതിനെന്തായാലും ഞാൻ നിയമപരമായിട്ട് നേരിടും. സംസ്ഥാന SC/ST കമ്മീഷന് ഞാനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. പട്ടികജാതിക്കാരനായ വിദ്യാർത്ഥിയോടുള്ള മാനസിക പീഡനവും പട്ടികജാതി പീഡനവും ഭാരത ഭരണഘടന മൗലിക അവകാശ ലംഘനമാണെന്നും വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസ മൗലികാവകാശം നിഷേധമാണ് ഈ ഉത്തരവെന്നും ഇത് പിൻവലിച്ചില്ലെങ്കിൽ കോളേജിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും ABVP യൂണിറ്റ് സെക്രട്ടറി ഗോകുൽ കിരൺ അറിയിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. കുനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിന്റെ 2023-24 വർഷത്തെ ലാഭവിഹിത വിതരണം നടന്നു. ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങ് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് A ജയകൃഷ്ണൻ നമ്പി അധ്യക്ഷനായി. റിസ്ക് ഫണ്ട് വിതരണം ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ നിർവഹിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം PK അസീസ്, ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമാരായ MB പ്രവീൺ, C അംബികേശൻ, സ്റ്റാഫ് പ്രതിനിധി KP അജിത്ത്, ഭരണസമിതി അംഗങ്ങളായ PA സജി, സെക്രട്ടറി KJ ബിജു എന്നിവർ സംസാരിച്ചു. 2023-24 വർഷത്തിൽ ബാങ്ക് കൈവരിച്ച ലാഭത്തിൽ നിന്നും 10% ലാഭവിഹിതമാണ് അംഗങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, സഹകാരികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായി പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ ക്യാമ്പസിൽ നടക്കുന്ന പുസ്തകമേളയ്ക്കും കലാസാംസ്കാരിക പരിപാടികൾക്കും ഒരുക്കങ്ങളായതായി പ്രിൻസിപ്പാൾ EM ഫിറോസ്, സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് എന്നിവർ അറിയിച്ചു. മേളയുടെ ഉദ്ഘാടനം പ്രമുഖ സാഹിത്യകാരനും എഴുത്തുകാരനുമായ P സുരേന്ദ്രൻ നിർവഹിക്കും. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ്, സാംസ്കാരിക പ്രവർത്തകരായ സണ്ണി M കരിക്കാട്, BS ബാബുരാജ് ഭഗവതി, ട്രെയിനർമാരായ സുലൈമാൻ മേൽപ്പത്തൂർ, നിസാം AP, VT ഇക്ബാൽ, മീഡിയ 1 മാനേജിംഗ് എഡിറ്റർ C ദാവൂദ്, സൈക്കോളജിസ്റ്റ് അനിൽകുമാർ, പ്രബോധനം വാരിക എഡിറ്റർ ഡോക്ടർ കൂട്ടിൽ മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുക്കും. ഉദ്ഘാടന സമാപന സമ്മേളനങ്ങൾ, പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന സാംസ്കാരിക സെമിനാർ, ഡയലോഗ്, പാരന്റിംഗ് ക്ലാസുകൾ, വർക്ക്ഷോപ്പ്, പുസ്തക പ്രകാശനങ്ങൾ, ബുക്സ് ഷോപ്പിംഗ്, വിവിധ മത്സരങ്ങൾ, കുട്ടികളുടെ കലാപരിപാടികൾ തുടങ്ങിയവയും പുസ്തകമേളയോടനുബന്ധമായി സംഘടിപ്പിക്കുന്നുണ്ട്. ദേശീയ വിരമുക്ത ദിനാചരണത്തിന്റെ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തല ഉദ്ഘാടനം പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് അംഗം KT ഷാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നവ്യ, സ്കൂൾ പ്രിൻസിപ്പാൾ വെങ്കിട്ടമൂർത്തി, ഹെൽത്ത് സൂപ്പർവൈസർ വിശ്വനാഥൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജയശ്രീ KU, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജയൻ, ആരോഗ്യ പ്രവർത്തകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എളവള്ളി ഗ്രാമപഞ്ചായത്തിനെ ടൂറിസം ഹബ്ബായി സർക്കാർ പ്രഖ്യാപിക്കണമെന്ന് CPIM ചിറ്റാട്ടുകര ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു.
പഞ്ചായത്തിലെ പോത്തൻകുന്ന്, മണച്ചാൽ തടാകം, വാഗപ്പുഴ, KLDC കനാൽ, കോഴിത്തോട്, ചേലൂർകുന്ന് ചരിത്ര പ്രാധാന്യമുള്ള ആരാധനാലയങ്ങൾ, നെൽവയലുകൾ എന്നീ ടൂറിസം അനന്തസാധ്യതയുള്ള പ്രദേശങ്ങളെ ബന്ധപ്പെടുത്തി അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് എളവള്ളി ഗ്രാമപഞ്ചായത്തിനെ ടൂറിസം ഹബ്ബായി സർക്കാർ പ്രഖ്യാപിക്കണമെന്നാണ് ചിറ്റാറ്റുകര ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി സീതാറാം യെച്ചൂരി നഗറിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മണലൂർ ഏരിയ സെക്രട്ടറി CK വിജയൻ, VN സുർജിത്ത്, AK ഹുസൈൻ, PA രമേശൻ, PG സുബിദാസ്, ആഷിഖ് വലിയകത്ത്, ജിയോ ഫോക്സ് എന്നിവർ സംസാരിച്ചു. 15-അംഗ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും BR സന്തോഷിനെ സമ്മേളനം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം കോടിയേരി ബാലകൃഷ്ണൻ നഗർ ചിറ്റാറ്റുകരയിൽ നടക്കും. CCTV ന്യൂസ് കേച്ചേരി. CPM ചാവക്കാട് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ലോഗോ പ്രകാശനം നടന്നു. ഗുരുവായൂർ MLA NK അക്ബർ ലോഗോ പ്രകാശനം നിർവഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഹരിദാസ്, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസ്, ഷീജ പ്രശാന്ത്, TV സുരേന്ദ്രൻ, MK ബക്കർ, V സെമീർ, AD ധനീബ് തുടങ്ങി സംഘാടക സമിതി അംഗങ്ങളും മറ്റു പാർട്ടി പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ഡിസംബർ 11, 12, 13, 14 തീയതികളിൽ പുന്നൂർക്കുളം അണ്ടത്തോട് വെച്ചാണ് ചാവക്കാട് ഏരിയ സമ്മേളനം നടക്കുന്നത്. പ്രതിനിധി സമ്മേളനം VP മാമു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലും പൊതുസമ്മേളനം അണ്ടത്തോട് സെന്ററിലുമായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി NK അക്ബർ MLA ചെയർമാനായും MK ബക്കർ കൺവീനറായും 251 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ചാലിശ്ശേരി പഞ്ചായത്തിലെ വായനശാലകളുടെ പരസ്പര സഹകരണവും പ്രവർത്തനവും ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി വായനക്കൂട്ടം ചാലിശ്ശേരി എന്ന പേരിലുള്ള സംഘടനയ്ക്ക് ഗ്രന്ഥശാല പ്രവർത്തകർ രൂപം നൽകി. രക്ഷാധികാരികളായി തൃത്താല മുൻ MLA TP കുഞ്ഞുണ്ണി, K ശശിധരൻ, ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ എന്നിവരെയും KK പ്രഭാകരൻ ചെയർമാൻ, EK മണികണ്ഠൻ കൺവീനർ, CK സന്ദീപ് ട്രഷറർ എന്നിവരടങ്ങുന്ന 11-അംഗ എക്സിക്യൂട്ടീവ് സമിതിയെയും തെരഞ്ഞെടുത്തു. സംസ്ഥാന ലൈബ്രറി കൗൺസിലിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ട ചാലിശ്ശേരിയിലെ 7 വായനശാലകളിലെ എല്ലാ അംഗങ്ങളും വായനക്കൂട്ടം ചാലിശ്ശേരിയിലെ അംഗങ്ങളായിരിക്കും. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു, എഴുത്തുകാരി ശ്രീകല വാസുകി, വനിതാ ലൈബ്രറിയൻ സുനിത എന്നിവർ ചേർന്ന് വായനക്കൂട്ടം ചാലിശ്ശേരിയുടെ ലോഗോ പ്രകാശനം ചെയ്തു. 2025 ജനുവരി 12-ന് ഔപചാരിക വിദ്യാഭ്യാസത്തിൽ വായനശാലകളുടെ പങ്ക് എന്ന വിഷയത്തിൽ സെമിനാർ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കൂറ്റനാട് സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി പുതിയ കെട്ടിടത്തിലേക്ക് നിർമ്മിച്ച കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം സഹയാത്ര ഭരണസമിതി അംഗം KN ദിജി നിർവഹിച്ചു. ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും അപകടത്തിൽപ്പെട്ട് ശരീരം തളർന്നവർക്കും സൗജന്യ കിടത്തി ചികിത്സ നൽകാനുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. നാട്ടുകാർ, അഭ്യുദയകാംക്ഷികൾ, പ്രവാസി സംഘടനകൾ, പൂരാഘോഷ കമ്മിറ്റികൾ, പ്രാദേശിക കൂട്ടായ്മകൾ, വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ, ഫ്ലോറിംഗ്, പെയിന്റിംഗ് തൊഴിലാളികൾ, CSA ടൂർണമെന്റ് കമ്മിറ്റി തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള വ്യക്തികളുടെയും സംഘടനകളുടെയും പിന്തുണയിലാണ് 10,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്നത്. കെട്ടിടത്തിലേക്ക് സഞ്ചാരയോഗ്യമായ റോഡിനുവേണ്ടി നാടൊരുമിച്ചപ്പോൾ ആവശ്യമായ സ്ഥലം വിട്ടു നൽകാൻ സ്ഥലം ഉടമകൾ തയ്യാറായി. റോഡ് പണിക്കാവശ്യമായ സാമഗ്രികൾ നിരവധി പേർ സഹായമായി നൽകി. ഉദ്ഘാടന ചടങ്ങിൽ സഹയാത്രാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കെട്ടിട നിർമ്മാണ സംഘാടക സമിതി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ, രക്ഷാധികാരി അഹമ്മദ് ഉണ്ണി, പ്രദീപ് തായക്കാട്ട്, സെക്രട്ടറി വാസുണ്ണി പട്ടാഴി, ചെയർമാൻ C പ്രേമരാജൻ, O ഗോവിന്ദൻകുട്ടി, ഉണ്ണി ശാസ്ത എന്നിവർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. ലോക വിരവിമുക്ത ദിനത്തോടനുബന്ധിച്ച് മരത്തങ്കോട് മാർ പിലക്സിനോസ് മെമ്മോറിയൽ അപ്പർ പ്രൈമറി സ്കൂളിൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തി. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. മെഡിക്കൽ ഓഫീസർ പ്രസന്നൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സ്കൂൾ പ്രധാനാധ്യാപിക CP ലൈലി, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ഫാദർ സജി കുളങ്ങാട്ടിൽ, അധ്യാപക പ്രതിനിധി സ്റ്റെഫി സണ്ണി എന്നിവർ സംസാരിച്ചു. ചെറുവത്താണി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ദേശവിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അയ്യപ്പൻ വിളക്ക് ഭക്തിസാന്ദ്രമായി. വിളക്കുപന്തലിൽ ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവയോടെ ചടങ്ങുകൾ ആരംഭിച്ചു. വൈകിട്ട് ആറാട്ടുകടവ് അയ്യപ്പൻകാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ശരണമന്ത്രങ്ങളുടെയും വാദ്യാഘോഷങ്ങളുടെയും ആന, ചെണ്ടമേളം, നാഗസ്വരം, താലം, ഉടുക്കുപാട്ട് എന്നിവയുടെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് വിളക്കുപന്തലിൽ എത്തിച്ചേർന്നു. തുടർന്ന് വിളക്കുപാട്ട്, പാൽക്കുടം എഴുന്നള്ളിപ്പ്, കനലാട്ടം, തിരിയൊഴിച്ചിൽ, വെട്ടുംതട, ഗുരുതി തർപ്പണവും ഉണ്ടായി. ഭജന, ചിന്തുപാട്ട് എന്നിവയും നടന്നു.
ചിറമനേങ്ങാട് വാസുണ്ണി ഗുരുസ്വാമിയും സംഘവും വിളക്ക് യോഗക്കാരായി. ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രൻ കൊട്ടിലിങ്ങൽ, സെക്രട്ടറി CV മോഹൻദാസ്, ട്രഷറർ വിനോദ് പന്തായിൽ, നരസിംഹമൂർത്തി ക്ഷേത്രം സേവാസമിതി പ്രസിഡന്റ് KN ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉച്ചയ്ക്കും രാത്രിയിലും അന്നദാനവും ഉണ്ടായി. CCTV ന്യൂസ് പുന്നേർകുളം. ദേശീയ വിരമുക്ത ദിവസങ്ങളിൽ സർക്കാർ നിർദ്ദേശമനുസരിച്ചുള്ള ഗുളിക വിതരണത്തിന്റെ കണ്ടാണശ്ശേരി പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. കണ്ടാണശ്ശേരി എക്സൽസിയർ LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ ഗുളിക വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം KK ജയന്തി ടീച്ചർ അധ്യക്ഷയായി. കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത ബോധവൽക്കരണ സന്ദേശം നൽകി. ഡിസംബർ 3-നും വിദ്യാലയങ്ങളിലും അങ്കണവാടികളിലും മരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, എക്സൽസിയർ സ്കൂൾ പ്രധാനാധ്യാപിക CK ലില്ലി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് C, ബിജു VL, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ നിത ശ്രീനി, KR ഷെർലി, ആരോഗ്യവകുപ്പ് ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി. രണ്ട് ദിവസങ്ങളിലായി നടന്ന CPM പോർക്കുളം ലോക്കൽ കമ്മിറ്റി സമ്മേളനം പൊതുസമ്മേളനത്തോടെ സമാപിച്ചു. ചൊവ്വാഴ്ച നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ നിന്നും പുതിയ 15 ലോക്കൽ കമ്മിറ്റി രൂപീകരിച്ചു. പുതിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി KM നാരായണനെ തെരഞ്ഞെടുത്തു. ബുധനാഴ്ച വൈകിട്ട് റെഡ് വളണ്ടിയർ മാർച്ചോടെ ആരംഭിച്ച പ്രകടനം വെസ്റ്റ് മങ്ങാട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി KM നാരായണൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി, ഏരിയ സെക്രട്ടറി MN സത്യൻ, PM സോമൻ, CG രഘുനാഥ്, K രാമകൃഷ്ണൻ, P അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ പരിശുദ്ധ മോർ യാക്കോബ് മഫസ്കോ സഹദായുടെ 1603 ഓർമ്മ പെരുന്നാളും സുവിശേഷ യോഗവും നടന്നു. നവംബർ 24, 25, 26 തീയതികളിലായി വൈകുന്നേരം സന്ധ്യാനമസ്കാരവും തുടർന്ന് യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വചനപ്രഘോഷണവും ഗാനശുശ്രൂഷയും അത്താഴസദ്യയും നടന്നു. വചനപ്രഘോഷണത്തിന് ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ, ഫാദർ പൗലോസ് അറയ്ക്കപ്പറമ്പിൽ, ഫാദർ രാജൻ മാണിക്കോർ എപ്പിസ്കോപ്പ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന പെരുന്നാൾ ദിനമായ ചൊവ്വാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയും കുരിശിങ്കൽ ധൂപപ്രാർത്ഥനയും വചനപ്രഘോഷണവും അത്താഴസദ്യയും ഉണ്ടായിരുന്നു. ബുധനാഴ്ച രാവിലെ 7-ന് ഡോക്ടർ രാജൻ മാണി കോർ എപ്പിസ്കോപ്പയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് പരിശുദ്ധന്റെ തിരുശേഷിപ്പ് സ്ഥാപിതമായ കുരിശുപള്ളിയിൽ പ്രദക്ഷിണവും ധൂപപ്രാർത്ഥനയും ആശീർവാദവും നേർച്ച വിതരണവും നടത്തി. ഇടവകാംഗങ്ങളായ ഫാദർ ജയേഷ് പുലിക്കോട്ടിൽ, ഫാദർ വികാസ് വടക്കൻ എന്നീ വൈദികർ സഹകാർമ്മികരായി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി, ട്രസ്റ്റി സോജൻ KJ, സെക്രട്ടറി അരുൺ T രാജൻ, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ് K എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. ഗുരുധർമ്മ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഓവറോൾ കിരീടം നേടിയ പുന്നൂർക്കുളം രാമരാജ UP സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സ്കൂളിൽ നടന്ന പ്രത്യേക അസംബ്ലിയിൽ സ്കൂൾ മാനേജർ TP ഉണ്ണി കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളെയും പരിശീലനം നടത്തിയ പുരുഷോത്തമൻ, നസീമ എന്നിവരെയും അനുമോദിച്ചു. മദർ PTA വൈസ് പ്രസിഡന്റ് അഞ്ജലിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ഹെഡ്മാസ്റ്റർ സജിത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കരാട്ടെ ഇൻചാർജ് അധ്യാപിക അമൃത ടീച്ചർ, SRG കൺവീനർ മിനി ടീച്ചർ, കബഡി ഖോഖോ പരിശീലകൻ രാജീവ് CS എന്നിവർ സംസാരിച്ചു. MP ഷിഹാബുദ്ദീൻ മാസ്റ്റർ സ്വാഗതവും TVC ജോ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. സമീപ പ്രദേശങ്ങളിലെ അങ്കണവാടികളിലെയും നഴ്സറികളിലെയും കുട്ടികളെ ഉൾപ്പെടുത്തി മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് LP സ്കൂളിൽ കിഡ്സ് കാർണിവൽ സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പുതിയതായി നിർമ്മിച്ച സ്റ്റേജിന്റെ വെഞ്ചിരിപ്പ് കർമ്മത്തിന് ശേഷമാണ് കിഡ്സ് കാർണിവൽ ആരംഭിച്ചത്. മറ്റം സെന്റ് തോമസ് ഫൊറോന സഹവികാരി ജോയൽ ചിറമേൽ സ്റ്റേജിന്റെ വെഞ്ചിരിപ്പും കിഡ്സ് കാർണിവലിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ അഞ്ജലി അരിമ്പൂർ അധ്യക്ഷയായി. അഭിനയ ഗാനം, ബോൾ പാസിംഗ്, കളറിംഗ് തുടങ്ങി വിവിധങ്ങളായ മത്സരങ്ങൾ കുട്ടികൾക്ക് സംഘടിപ്പിച്ചു. അധ്യാപകരായ MJ ജസീന്ത, ആശമോൾ, VJ എജി, നിസ്മി എന്നിവർ നേതൃത്വം നൽകി. ആര്യമ്പാടം സെന്ററിന് സമീപം റോഡിൽ വേഗത നിയന്ത്രണ ബോർഡ് എടുത്തു മാറ്റുന്നത് അപകടങ്ങൾക്കിടയാക്കുന്നതായി പരാതി. എരുമപ്പെട്ടി മങ്ങാട് മുളങ്കുന്നത്തുകാവ് റോഡും കേച്ചേരി വേലൂർ കുറാഞ്ചേരി റോഡും സംഗമിക്കുന്ന സ്ഥലമാണ് ആര്യമ്പാടം സെന്റർ. കേച്ചേരി കുറാഞ്ചേരി റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് മങ്ങാട് മുളങ്കുന്നത്തുകാവ് റോഡിലൂടെ സെന്ററിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങൾ കാണാൻ കഴിയില്ല. റോഡ് പുതിയതായതിനാൽ അതിവേഗത്തിലാണ് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുന്നതിനാണ് റോഡിൽ സൂചനാ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് എടുത്തു മാറ്റുന്നതാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാ വിങ്ങും ഇന്നർ വീൽ ക്ലബ്ബും KSSPU സെന്റർ യൂണിറ്റ് വനിതാ വേദിയും സംയുക്തമായി സ്ത്രീകളും മാനസികാരോഗ്യ സംരക്ഷണവും എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു.
കുന്നംകുളം വ്യാപാര ഭവനിൽ നടന്ന ക്ലാസ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റും മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി സെക്രട്ടറിയുമായ KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഒരു മനോദയാണ് എന്തിനും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ പറഞ്ഞ മാതിരി ഇപ്പോ അത്രയും തോന്നിയെങ്കിലും നമുക്കൊരു വേവറിങ് വരാറുണ്ട്. നഷ്ടപ്പെട്ടു പോയോ മെയിൻ കൂടുതൽ വരുന്ന ഈ ക്യാമ്പ് പെൻഷനേഴ്സിന് വെച്ചതിൽ പറഞ്ഞെങ്കിലും ആവശ്യകതയുള്ള സമയമാണ്. കാരണം നമ്മൾ ഒറ്റപ്പെടുന്നൊരു തോതിൽ നമുക്ക് വരും. അത് ഒഴിവാക്കാൻ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സെമിനാർസ്. KSSPU സെൻട്രൽ യൂണിറ്റ് പ്രസിഡന്റ് അന്നമ്മ ബെന്നി അധ്യക്ഷയായി. ഇന്നർവീൽ ക്ലബ് പ്രസിഡന്റ് മിനി മോൻസി മുഖ്യപ്രഭാഷണം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി MK പോൾസൺ, ഇന്നർവീൽ ക്ലബ് മുൻ പ്രസിഡന്റ് മിനി പോൾ, KSSPU ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ, ബ്ലോക്ക് വനിതാവേദി കൺവീനർ CD ലൂസി, ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാ വിംഗ് കോർഡിനേറ്റർ PI ജോസ്, ബ്ലോക്ക് വനിതാ വിംഗ് സെക്രട്ടറി ജിനി ജെയ്മോൻ തുടങ്ങിയവർ സംസാരിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാ വിംഗ് പ്രസിഡന്റ് ജയ്മോൾ ബാബു സ്വാഗതവും KSSPU സെൻട്രൽ യൂണിറ്റ് വനിതാവേദി കൺവീനർ ജബീന ജേക്കബ് നന്ദിയും പറഞ്ഞു. സ്ത്രീകളും മാനസികാരോഗ്യ സംരക്ഷണവും എന്ന വിഷയത്തിൽ റോയൽ ആശുപത്രി സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ ഇന്ദു ജോഷി ക്ലാസ് നയിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് നടത്തുന്ന കേക്ക് ഫെസ്റ്റ് 2024 തുടക്കമായി. CM സജീവന് ആദ്യ കൂപ്പൺ നൽകി. AC ജോൺസൺ കൂപ്പൺ വിതരണ ഉദ്ഘാടനം നടത്തി. ക്ലബ് സെക്രട്ടറി ജിജു ജേക്കബ്, ട്രഷറർ AM ഇക്ബാൽ, ജോയിന്റ് സെക്രട്ടറി ബാബു P ജോർജ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹുസൈൻ, റോബർട്ട് തമ്പി, നസീർ പരുവിങ്ങൽ എന്നിവർ സംസാരിച്ചു. കാട്ടകമ്പൽ, പോർക്കുളം പഞ്ചായത്തുകളിലായി കിടക്കുന്ന ആനക്കുണ്ട് ബണ്ടിന്റെ നവീകരണം പാതി വഴിയിൽ. നിലച്ചത് കർഷകരെ വലയ്ക്കുന്നു. കോൾപ്പടവുകളിലേക്ക് വെള്ളം ശേഖരിക്കുന്ന ആനക്കുണ്ട് ബണ്ട് മേഖലയിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സാണ്. കാട്ടകമ്പൽ, പോർക്കുളം പഞ്ചായത്തുകളിലായി 16 ഏക്കറോളം വിസ്തൃതിയിലാണ് ആനക്കുണ്ട് സ്ഥിതി ചെയ്യുന്നത്. ആനക്കുണ്ടിലെ മണ്ണെടുത്ത് ആഴം കൂട്ടാൻ നഗര സഞ്ചയ പദ്ധതിയിലൂടെ 1 കോടി രൂപ അനുവദിച്ചിരുന്നു. ബണ്ടിൽ നിന്നെടുക്കുന്ന മണ്ണിന് 3 കോടിയോളം രൂപ ആദ്യ ടെൻഡറിൽ ലഭിച്ചിരുന്നു. എന്നാൽ ടെൻഡർ എടുത്ത കരാറുകാരൻ പിന്മാറിയതോടെ പദ്ധതി അവതാളത്തിലായി. റീടെൻഡർ നടത്തിയെങ്കിലും പരാതി ഉയർന്നതോടെ വീണ്ടും പ്രശ്നമായി. ഇതിനിടെ ബണ്ടിലെ മണ്ണെടുപ്പ് തുടങ്ങിയെങ്കിലും എടുത്ത മണ്ണ് കൂട്ടിയിടാൻ സ്ഥലമില്ലാത്തത് പ്രശ്നമായി. ബണ്ടിൽ നിന്നെടുത്ത മണ്ണ് ബണ്ടിന്റെ വശങ്ങളിൽ തന്നെ കൂട്ടിയിടുകയാണ് ചെയ്തത്. ഈ മണ്ണ് നീക്കം ചെയ്യാത്തതിനാൽ വീണ്ടും ബണ്ടിലേക്ക് ഒലിച്ചിറങ്ങിയതായി കർഷകർ ആരോപിച്ചു. ആനക്കുണ്ട് നവീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. CCTV ന്യൂസ് പെരുമ്പിലാവ്. ഒരുമനയൂർ പഞ്ചായത്തിൽ കേരളോത്സവത്തിന് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് KV കബീർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KH കയ്യുമു ടീച്ചർ, KV രവീന്ദ്രൻ, ET ഫിലോമിന, ബ്ലോക്ക് മെമ്പർ ആഷിദ കുണ്ടിയത്ത്, മെമ്പർമാരായ ഹസീന അൻവർ, നഷ്റ മുഹമ്മദ്, നസീർ മുപ്പിൽ, ആരിഫ ജുഫേർ, KJ ചാക്കോ, യുവജനക്ഷേമ ബോർഡ് യൂത്ത് കോർഡിനേറ്റർ അഖിൽ മുരളി, കൺവീനർമാരായ ജെറുസൻ, രാജേഷ്, ശ്രീനാഥ് എന്നിവർ പങ്കെടുത്തു. ആദ്യ മത്സരത്തിൽ സൺറൈസ് ക്ലബ് ജേതാക്കളായി. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പും കടങ്ങോട് ഗ്രാമപഞ്ചായത്തും ചേർന്ന് നടപ്പിലാക്കുന്ന കന്നുകുട്ടി പരിപാലന പദ്ധതിയായ ഗോവർദ്ധനിയുടെ ഭാഗമായി കാലിത്തീറ്റ വിതരണം നടത്തി. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് അധ്യക്ഷയായി. ഡോക്ടർ റെജിൻ മാത്യു പദ്ധതി വിശദീകരണം നടത്തി. വെറ്റിനറി സർജൻ ഡോക്ടർ മനോജ് തെറ്റയിൽ, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ A ജോസ് ജോൺ എന്നിവർ പങ്കെടുത്തു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നിർമ്മിക്കുന്ന പുന്നയൂർക്കുളം പഞ്ചായത്തിലെ 6ാം വാർഡ് ഉപ്പുങ്ങൽ 21 നമ്പർ അങ്കണവാടിക്കായി നിർമ്മിച്ച തറ പാഴ്പുല്ലുകൾ വളർന്ന് കാടുപിടിച്ച് കിടക്കുന്നു. ഭരണസമിതിയുടെ 3ാം വാർഷികത്തിന്റെ ഭാഗമായി പഞ്ചായത്തിൽ പൂർത്തീകരിച്ചതും നടപ്പിലാക്കുന്നതുമായ പദ്ധതികളിൽ നിന്നും 30 പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ 2023 ഡിസംബർ മുതൽ 2024 ഫെബ്രുവരി വരെ നടത്തുന്നതിന്റെ ഭാഗമായാണ് ഉപ്പുങ്ങൽ 21 നമ്പർ അംഗൻവാടി നിർമ്മാണോദ്ഘാടനം നടത്തിയത്. 2023 ഡിസംബർ 23-നായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തറക്കല്ലിടൽ കർമ്മം നടത്തിയത്. സ്മാർട്ട് നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അങ്കണവാടിക്ക് അരിമ്പനയിൽ പരേതനായ ആലുഹാജിയുടെ സ്മരണാർത്ഥം അരിമ്പനയിൽ സുലൈമാനാണ് 10 അടി വഴിയോടുകൂടി 4 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയത്. കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകാനും ഉല്ലാസഭരിതമാക്കാനും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പലിന്റെ ഡിവിഷൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച തുകയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഫണ്ടും സംയുക്തമായി 14.85 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് സ്മാർട്ട് അംഗൻവാടി നിർമ്മിക്കുന്നത്. 690 സ്ക്വയർ ഫീറ്റിൽ ഒറ്റനിലയിൽ സിറ്റ് ഔട്ട്, കിച്ചൺ, സ്റ്റോർ, ടോയ്ലറ്റ് എന്നിവയോടുകൂടിയാണ് നിർമ്മാണം.
11 മാസം കഴിഞ്ഞിട്ടും തറപ്പണി മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. ഇതിനു മുകളിൽ പാഴ്ചെടികൾ വളർന്ന് കാടുപിടിച്ചു കിടക്കുന്ന അവസ്ഥയാണ്. 10 സെന്റ് വഴി ഏതെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയുമുണ്ട്. ഉപ്പുങ്ങൽ LP സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന അംഗൻവാടി സ്കൂളിൽ KG ക്ലാസുകൾ ആരംഭിച്ചതോടെ സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ കാർപോർച്ചിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അംഗൻവാടി ജീവനക്കാരുടെ ശ്രമഫലമായാണ് താൽക്കാലികമായെങ്കിലും അടച്ചുറപ്പുള്ള ഒരു നിലയിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഇതിലേക്ക് വൈദ്യുതി ബന്ധം സ്ഥാപിച്ചിട്ടില്ല. ഇതുമൂലം കുരുന്നുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുമുണ്ട്. വീടിന്റെ മുൻവശമായതിനാൽ ഇവിടെ വെച്ച് ഭക്ഷണം പാചകം ചെയ്യുവാനോ മറ്റും കഴിയാത്ത അവസ്ഥയുമുണ്ട്. പരിമിതികൾ ഏറെ ഉള്ളതിനാൽ കുട്ടികളെ രക്ഷിതാക്കൾ അംഗൻവാടിയിലേക്ക് പറഞ്ഞുവിടാൻ താൽപര്യം കാണിക്കുന്നില്ല എന്നതും വാസ്തവമാണ്. പഞ്ചായത്തിലെ തന്നെ വിവിധ വാർഡുകളിൽ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ പല അംഗൻവാടികളും നിർമ്മാണം പൂർത്തിയായ അവസ്ഥയാണ്. അധികൃതർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് അംഗൻവാടി നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. CCTV ന്യൂസ് പുന്നേർകുളം. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹിക ശാസ്ത്രം, ഗണിതം, കൊമേഴ്സ് വിഷയങ്ങളിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു. സാമൂഹിക ശാസ്ത്ര വിഭാഗത്തിൽ ഇന്ത്യൻ പാർലമെന്റ്, ഇന്ത്യ ഗേറ്റ്, സൗരയൂഥം, ഭൂപ്രകൃതി, വിവിധ രാജ്യങ്ങളിലെ സ്റ്റാമ്പുകളും നാണയങ്ങളും തുടങ്ങി ചരിത്ര വസ്തുക്കളും സംഭവങ്ങളും പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നു. എക്സിബിഷനോടനുബന്ധിച്ച് ബാങ്കിംഗ് സംവിധാനം പരിചയപ്പെടുത്തുന്നതിനും പണമിടപാടുകളെക്കുറിച്ച് വ്യക്തമായ അവബോധം വളർത്താനും ബഥാനിയൻ ബാങ്കും വിദ്യാർത്ഥികൾ സ്കൂളിൽ ഒരുക്കി. ബദനി മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഷേബ ജോർജ്, ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് OIC, PTA പ്രസിഡന്റ് മുരളി വെള്ളിത്തിരുത്തി, PTA വൈസ് പ്രസിഡന്റ് നിഷ മുത്തലീബ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ 47ാമത് വാർഷികം ആഘോഷിച്ചു. മുള്ളൂർക്കര മഹാ ജൂബിലി കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ചാക്കോ ചിറമൽ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനായി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ മുഖ്യാതിഥിയായി. ഫൊറോന പള്ളി സഹവികാരി ഫാദർ പ്രകാശ് പുത്തൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വിരമിക്കുന്ന അധ്യാപകരായ CG സോഫിയ, സിസ്റ്റർ സൂസി കുര്യൻ എന്നിവർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് മെമ്പർ MC ഐജു, സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ആൻസലിൻ പൂവത്താനം, PTA പ്രസിഡന്റ് ബിജു ജോർജ്, MPTA പ്രസിഡന്റ് T. സൗമ്യ, സ്കൂൾ ചർച്ച് ട്രസ്റ്റി ബാബു ജോർജ്, ചർച്ച് ട്രസ്റ്റി ഷൈജു തൈക്കാടൻ, പ്രോഗ്രാം കൺവീനർ മെർലി ബിജു, വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ ലീഡർമാരുടെ നേതൃത്വത്തിൽ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ അതിഥികളെ സ്വീകരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാകായിക പരിപാടികൾ അരങ്ങേറി. ഗുരുധർമ്മ സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുധർമ്മ കപ്പ് 2024 ഇൻഡോർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. JSK ഭാരത് ചെയർമാൻ MC ശ്രീനിവാസൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. സീനിയർ മാസ്റ്റർമാരായ ഷിഹാൻ മുഹമ്മദ് അപ്പക്കാട്ടിൽ, ഷിഹാൻ രാജ M. കാപ്പാട്, സെൻസായ് അനിൽ, ഷിഹ, പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. TDKA ജനറൽ സെക്രട്ടറി സെൻസായ് ആര്യ സുരേന്ദ്രൻ റഫറി പാനലിന് നേതൃത്വം നൽകി. വിവിധ സ്കൂളുകളിൽ നിന്നായി 400-ലധികം കുട്ടികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. പുന്നൂർകുളം രാമരാജ സ്കൂൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. 2ാം സ്ഥാനം കേച്ചേരി GLP സ്കൂളും 3ാം സ്ഥാനം ചൊവ്വന്നൂർ GHS സ്കൂളും കരസ്ഥമാക്കി. മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്കുള്ള മെഡലും സർട്ടിഫിക്കറ്റും ഗുരുധർമ്മ ചീഫ് ഇൻസ്ട്രക്ടർ ഒഫീഷ്യൽ എക്സാമിനറുമായ ഷിഹാൻ പുരുഷോത്തമൻ വിതരണം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. തൊഴിൽ ദിനങ്ങൾ 200ആയി വർദ്ധിപ്പിക്കുക, അർഹരായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പുവരുത്തുക, പ്രതിദിന കൂലി 600 രൂപയായി വർദ്ധിപ്പിക്കുക, തൊഴിൽ സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണി വരെയാക്കുക, ക്ഷേമ പദ്ധതി ഉടൻ പ്രാബല്യത്തിൽ വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ CITU ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കേച്ചേരി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് CPIM ജില്ലാ കമ്മിറ്റി അംഗവും യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഉഷ പ്രഭുകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ വൈസ് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി MB പ്രവീൺ, CPIM ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ ഹസനുൽ ബന്ന, പഞ്ചായത്ത് അംഗം TP പ്രജീഷ്, യൂണിയൻ നേതാക്കളായ PC രതീഷ്, TT നിക്സൺ എന്നിവർ സംസാരിച്ചു.
ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ CATU കണ്ടാണശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി PT ജോസ് ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ശരത് രാമനുണ്ണി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ NA ബാലചന്ദ്രൻ, നിവ്യ റിനീഷ്, ഷക്കീല ഷമീർ, പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ ചന്ദ്രൻ, PK അസീസ്, രമ ബാബു എന്നിവർ സംസാരിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ കാട്ടകമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപം മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ചിറക്കൽ സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് കാട്ടകമ്പാൽ പഞ്ചായത്തിന് മുന്നിൽ CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം CG രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ കാട്ടകമ്പാൽ മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ TS മണികണ്ഠൻ അധ്യക്ഷത വഹിച്ച ധർണയിൽ പഴഞ്ഞി മേഖലാ സെക്രട്ടറി PM അലി സ്വാഗതവും കാട്ടകമ്പാൽ മേഖലാ പ്രസിഡന്റ് ഷീജ സുഗതൻ നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ES, പഞ്ചായത്ത് അംഗങ്ങളായ മിൻറ്റോ റെനി, ജിഷ്ണു AM, ബിന്ദു മനോഹരൻ, രാജി സോമൻ, ഖദീജ ഹസൻ, യദുകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NK ഹരിദാസൻ സംസാരിച്ചു. പോർക്കുളം ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ പ്രതിഷേധ സമരം കരുവാൻപടി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഏരിയ സെക്രട്ടറി MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത പ്രജി അധ്യക്ഷയായ യോഗത്തിൽ യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീജ മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു. ലോക്കൽ സെക്രട്ടറി KM നാരായണൻ, LC മെമ്പർമാരായ ഓമന ബാബു, സിന്ധു ബാലൻ, ഏരിയ കമ്മിറ്റി അംഗം ജിഷ ശശി, വാർഡ് മെമ്പർ നിഖിൽ KC എന്നിവരും അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. യോഗത്തിന് തങ്കമണി നന്ദി പറഞ്ഞു. NREG വർക്കേഴ്സ് യൂണിയൻ കടവല്ലൂർ വില്ലേജ് കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. പഞ്ചായത്ത് കമ്മിറ്റി അംഗം KE സുധീർ സ്വാഗതം പറഞ്ഞു. വില്ലേജ് സെക്രട്ടറി ഗിരിജ VV അധ്യക്ഷത വഹിച്ച സമരം CPIM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. CITU കുന്നംകുളം ഏരിയ സെക്രട്ടറി MN മുരളീധരൻ, യൂണിയൻ ഏരിയ പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, കടവല്ലൂർ CITU കോർഡിനേഷൻ സെക്രട്ടറി PI രാജേന്ദ്രൻ, പഞ്ചായത്ത് കമ്മിറ്റി അംഗം പത്മ വേണുഗോപാൽ, CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് മെമ്പർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറിയുമായ PS പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം ഷീജ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം PT ജോസഫ്, CPM ലോക്കൽ സെക്രട്ടറി അബാൽ മണി, ES സുരേഷ്, സുമന സുഗതൻ, NP അജയൻ, PM സജി, KB ബബിത, PT ദേവസി, നകുല പ്രമോദ് എന്നിവർ പങ്കെടുത്തു. കടങ്ങോട് പഞ്ചായത്ത് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപം സമാപിച്ചു. CITU വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റുമായ S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് രമണി രാജൻ അധ്യക്ഷയായി. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം PS പുരുഷോത്തമൻ, CITU കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് കൊളനൂർ, യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി KK മണി എന്നിവർ സംസാരിച്ചു. യൂണിയൻ അംഗങ്ങളും പങ്കെടുത്തു. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പും എരുമപ്പെട്ടി പഞ്ചായത്തും സംയുക്തമായി കന്നുകുട്ടി പരിപാലന പദ്ധതി ഗോവർധിനി 2024 പദ്ധതിയുടെ കാലിത്തീറ്റ വിതരണ ഉദ്ഘാടനവും പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ക്ഷീരസംഘം പ്രസിഡന്റ് PC അബാൽ മണി അധ്യക്ഷനായി. കുന്നംകുളം വെറ്റിനറി സർജൻ ഡോക്ടർ റെജിൽ മാത്യു ഗുണഭോക്താക്കൾക്ക് പരിശീലന ക്ലാസ് എടുത്തു. എരുമപ്പെട്ടി വെറ്റിനറി സർജൻ ഡോക്ടർ രുക്മ, LI സ്മിത, ക്ഷീരസംഘം ഡയറക്ടർ ബോർഡ് അംഗം KK യോഗേഷ്, സംഘം സെക്രട്ടറി PA ജിജേഷ് എന്നിവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് ദേവിവിലാസം ലോവർ പ്രൈമറി സ്കൂളിൽ 1ാം ക്ലാസ് കുട്ടികളുടെ രുചി ഉത്സവം ശ്രദ്ധേയമായി. കുട്ടികൾ കൊണ്ടുവന്ന വിവിധതരം പലഹാരങ്ങൾ ക്ലാസ്സിൽ പ്രദർശനം നടത്തി. രുചി, ആകൃതി, വലുപ്പം, നിറം എന്നീ വിഷയങ്ങൾ ആസ്പദമാക്കിയായിരുന്നു രുചി ഉത്സവം. സ്കൂളിലെ പാചകക്കാരി നിർമ്മല ബാബു ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക V സരസ്വതി അധ്യക്ഷത വഹിച്ചു. PK അജിത ടീച്ചർ സ്വാഗതവും ഷീബ ആന്റണി നന്ദിയും പറഞ്ഞു. മുൻ SSG ചെയർമാൻ രാജു മാരാത്ത് മുഖ്യാതിഥിയായി. അധ്യാപകരായ PK ബാലമുരളി, നന്ദിത ഹരിദാസ്, AS ശ്രീജിത്ത്, റെജി C ജോസ്, ബിനി എന്നിവർ നേതൃത്വം നൽകി. മർത്തങ്കോട് സ്കൂൾ NSS യൂണിറ്റും തൃശൂർ IMAയും ചേർന്ന് സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 55 പേർ രജിസ്റ്റർ ചെയ്ത ക്യാമ്പിൽ 35 പേർ രക്തം ദാനം ചെയ്തു. പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ വിനീത NA രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ അധ്യാപകൻ ഡോക്ടർ അജിത് TT, 2ാം വർഷ NSS വളണ്ടിയർ ഫഹദ് നിഷാദ്, PT അംഗങ്ങൾ എന്നിവർ രക്തദാനം ചെയ്തു. IMA ബ്ലഡ് ബാങ്ക് ഓഫീസർ ഡോക്ടർ രാജഗോപാൽ രക്തദാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി.
ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടക്കേക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഭരണഘടനാ ദിനം ആചരിച്ചു. ബാലസംഘം ഭരണഘടനാ സംരക്ഷണ റാലിയും നടത്തി. അനുഷ്ക രാജൻ, മാളവിക ഹരിഹരൻ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന റാലി VKN സ്മാരക മന്ദിരാങ്കണത്തിലെ ഭരണഘടനാ ശിലാ ചത്തുരത്തിൽ സമാപിച്ചു. 75 സംവത്സരങ്ങളുടെ പ്രതീകമായി 75 ചിരാതുകളുടെ ദീപപ്രഭയിൽ ഭരണഘടനാ ശില അലങ്കരിച്ചിരുന്നു. തുടർന്ന് നടന്ന ഭരണഘടനാ സംരക്ഷണ സദസ്സ് ഗായത്രി രാജേഷ് പാങ്ങാട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുതിർന്ന പ്രവർത്തകരായ A. ശ്രീകുമാർ, ദേവദാസ് മാസ്റ്റർ, അനിത ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. പായസ വിതരണവും ഉണ്ടായി. വടക്കേക്കാട് ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഭരണഘടനാ ദിനാചരണവും പ്രതിജ്ഞാ സദസ്സും സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് അജയ്കുമാർ വൈലേരി അധ്യക്ഷത വഹിച്ച ചടങ്ങ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VK ഫസലുൽ അലി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഹസൻ തെക്കേ പട്ടേൽ, തെക്കുമുറി കുഞ്ഞുമൊയ്തു, ഖാലിദ്, SK ഷമീർ കൊണ്ടാട്ടയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഉപ്പുങ്ങൽ MMALP സ്കൂളിൽ എൻ്റെ ജനയുഗം എൻ്റെ സഹപാഠി പദ്ധതിക്ക് തുടക്കമായി. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പുന്നൂർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, സ്കൂൾ ലീഡർ M ഫാത്തിമ അഫ്രിന് പത്രം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപകൻ CS ലിജു, PTA പ്രസിഡന്റ് സലിം, അധ്യാപകരായ CS അനിത, രമ്യ, നഷീറ, സോണി എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7080 രൂപ, പവന് 56,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 96 രൂപ. ചരമം പഴുന്നാന കല്ലിങ്ങൽ വീട്ടിൽ വിശ്വംഭരൻ നിര്യാതനായി 77 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. കോട്ടപ്പടി ചെമ്മണ്ണൂർ വീട്ടിൽ പാപ്പച്ചൻ എന്ന വറീത്ത് നിര്യാതനായി 92 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9-ന് കോട്ടപ്പടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. പരേതയായ LC ഭാര്യയാണ്. മിനി ജോർജ് എന്നിവർ മക്കളാണ്. ഗുരുവായൂർ പുത്തമ്പള്ളി കോറൂട്ട് പരേതനായ വാസു ഭാര്യ സാവിത്രി നിര്യാതയായി 64 വയസ്സായിരുന്നു. സംസ്കാരം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. സുധ, സുധീഷ്, സുബീഷ് എന്നിവർ മക്കളാണ്. ICA വട്ടംപാടം വാഴപ്പുള്ളി പരേതനായ കൃഷ്ണന്റെ മകൻ ഹരി നിര്യാതനായി 61 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9-ന് പരൂർ നിദ്രാലയത്തിൽ. ഷീജ ഭാര്യയും ഹൃദ്യ, നിത്യ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം ആതിഥേയത്വം വഹിക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിന് ഒരുക്കങ്ങളാകുന്നു. കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘാടക സമിതി ചെയർമാനും കുന്നംകുളം MLAയുമായ AC മൊയ്തീൻ നിർവഹിച്ചു. കച്ചവട നഗരിയിൽ സാംസ്കാരിക ജില്ലയിലെ കൗമാരത്തിന്റെ കലാവിസ്മയം അരങ്ങേറുക ഡിസംബർ 3, 5, 6, 7 തീയതികളിലായി. ഗുരുവായൂരിൽ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ മോഷ്ടാവ് ഒടുവിൽ പോലീസ് പിടിയിലായി. അറസ്റ്റിലായത് മലപ്പുറം താനൂർ സ്വദേശി മൂർക്കാടൻ പ്രദീപ്. 2 മാസത്തിനിടയിൽ 20ഓളം പവൻ സ്വർണമാണ് ഇയാൾ കവർന്നത്. ഇതിൽ 10 പവനോളം പോലീസ് കണ്ടെടുത്തു. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ മണ്ഡപത്തിൽ ഭക്തിയുടെ നിറവിൽ സംഗീതാർച്ചനയ്ക്ക് തുടക്കമായി. ബുധനാഴ്ച രാവിലെ 7 മണിയോടെ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും പകർന്നെത്തിച്ച ദീപം തന്ത്രി ചെന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ചെമ്പൈ സംഗീത മണ്ഡപത്തിലെ നിലവിളക്കിൽ തെളിയിച്ചതോടെയാണ് 15 ദിവസം നീളുന്ന സംഗീതാർച്ചനയ്ക്ക് ആരംഭമായത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. തൊഴിൽ ദിനങ്ങൾ 200 വർദ്ധിപ്പിക്കുക, അർഹരായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പുവരുത്തുക, പ്രതിദിന കൂലി 600 രൂപയായി വർദ്ധിപ്പിക്കുക, തൊഴിൽ സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണിവരെയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കുന്നംകുളത്തെ വാതക ശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥ. പ്രതിഷേധവുമായി INTUCയും BJPയും രംഗത്ത്. INTUC നേതൃത്വത്തിൽ നഗരസഭ മാർച്ച് നടത്തി. BJP നേതൃത്വത്തിൽ ശ്മശാനത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.